അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ തോണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കും വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്താ വെച്ചാൽ കലത്തപ്പത്തിൻ്റെ വീഡിയോ കേട്ടോ. കലത്തപ്പം എല്ലാവർക്കും ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമായി. കാരണം നമ്മളെ പഴയ കാലത്ത് നാട്ടുപുറത്തൊക്കെ ചായക്കടയിലൊക്കെ ഉണ്ടായിരുന്ന നല്ല അടിപൊളി കലത്തപ്പമായിരുന്നു അല്ലേ? അപ്പോൾ അതേമാതിരി നമുക്ക് കുറച്ച് കലത്തപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചു. കലത്തപ്പം തിന്നാനൊരു രുചി എന്താ വെച്ചാൽ, നാളെ ഹോട്ടലിൽ പോയപ്പോൾ അവിടുത്തെ ഒരു കലത്തപ്പം എന്ന് പറഞ്ഞ് വാങ്ങി. അത് അത്രയും ഇഷ്ടപ്പെട്ടില്ല കലത്തപ്പം. അത് കലത്തപ്പം ആയില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കാമല്ലോ എന്ന് തോന്നിയപ്പോൾ അപ്പോൾ ഒരു ദിവസം അരിപ്പൊടി ശർക്കരയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ, വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിന് കുറച്ച് ചെറുള്ളി കട്ട് ചെയ്യണം. നമുക്ക് ചെറുള്ളി വേണം. പിന്നെ കുറച്ച് തേങ്ങ ചെറുതാക്കി കട്ട് ചെയ്തത്, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുറി തേങ്ങയിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചുക്കണം. പിന്നെ ബാക്കി അരച്ചു കൊടുക്കുന്നുണ്ട്. അത് ആ പൊടിയിൽ അരച്ച് മിക്സാക്കുക. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല അടിപൊളി കലത്തപ്പം കിട്ടും. അപ്പോൾ അതിനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരൊക്കെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തോളുണ്ട്. കലത്തപ്പം ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് എല്ലാവരും, ഉണ്ടാക്കാൻ അറിയാത്തവർക്കുള്ള ഇതാണ് കാണിക്കുന്നത്. അറിയുന്നവരെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്ത്, അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോളി. ഇതെല്ലാവരും മക്കൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളുണ്ട്. ഇത് അടിപൊളി ഒരു സാധനമല്ല കലത്തപ്പം. 4 മണിക്കൊരു കട്ടൻ ചായ, ഒരു കലത്തപ്പത്തിൻ്റെ പീസൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമാണ്. 4 മണിക്ക് നല്ല രാവിലെയൊക്കെ കഴിക്കാം. ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവുന്ന സാധനം നല്ലല്ലേ ഈ കലത്തപ്പം. 2 ദിവസമൊക്കെ എങ്ങനെ ആയിരിക്കും കലത്തപ്പം നെയ്യപ്പം ഒക്കെ ശരിക്കും സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ ഇരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തന്നെ കുറച്ച് ചെറുള്ളി, പിന്നെ ഈ ഒരു മുറി തേങ്ങ, ഒരു മുറി തേങ്ങയിൽ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി അരക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട്. അരിപ്പൊടിയിലിട്ടിട്ടൊന്ന് അരക്കുക, അതിന് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു അറിവിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അറിയുന്നവരുണ്ടെങ്കിൽ, ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഉള്ളി വെട്ടി വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ ശർക്കര ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. നമുക്ക് ആ മാവ് ഒഴിച്ചെടുത്താൽ ശർക്കര ഒന്ന് ഉരുക്കിയെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അത് കല്ലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ഉരുകി വരും. അപ്പോൾ അതിന് നമുക്ക് മറ്റുള്ള പണികൾ നോക്കാം. അതിന് കുറച്ച് തേങ്ങ കട്ട് ചെയ്ത് വെച്ചേക്കണം, കുറച്ച് ചെറുള്ളി എടുത്തേക്കണം, പിന്നെ ഒരു ലേശം തേങ്ങൻ്റെ, ഒരു മുറി തേങ്ങൻ്റെ പകുതി അരക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് മിക്സാക്കാം. ഓക്കെ, അപ്പോൾ ശർക്കര ഇവിടെ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1/2 കിലോ പൊടിയുണ്ട്. ഞാനിത് ഫുള്ളായിട്ടൊന്നും ഇടുന്നില്ല, കുറച്ച് ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. കുറച്ച് മതിയല്ലേ? പോട്ടെ, ഫുള്ളായിട്ട് ഇടാം. ഇപ്പോൾ ഇത് ബാക്കി വെച്ചിട്ട് പിന്നെ ഇപ്പോൾ അത് ആരും ഒന്നും കഴിക്കില്ല. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഇടാം. കുറച്ചെല്ലാം ഉള്ളൂ, 1/2 കിലോ തന്നെ ഉള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി ഇടണം. കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിക്ക് നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് ഇളക്കി മിക്സാക്കണം. അടിച്ചു കഴിഞ്ഞാൽ അടിച്ചെടുക്കട്ടെ കേട്ടോ. നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ചേർത്തിക്കണത് കുറച്ച് തേങ്ങ,
ഒരു 3-4 ഏലക്കായ്, കുറച്ച് ബേക്കിംഗ് സോഡാപ്പൊടി കുക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പ്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ആ ചൂട് കൊടുക്കനെ ചേർക്കണം. എന്നിട്ട് ഇളക്കിയിട്ട് അപ്പം തന്നെ നമുക്കിത് സാധനം ഉണ്ടാക്കുകയും വേണം. അപ്പം നമുക്ക് ആ ശർക്കരപ്പാനി ശർക്കര ഉരുക്കിയതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ആ ചൂട് കൊടുക്കനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാവൊക്കെ മിക്സാക്കി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ പാത്രം ഒന്ന് മാറ്റി. ഇനി നമുക്ക് ആ ഉള്ളി തേങ്ങയും പാടെ ഒരു കുറച്ച് നെയ്യിലോ വെളിച്ചെണ്ണയിലോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതായിക്ക് മിക്സാക്കി കൊടുക്കുക. അത് ചെറിയ ചൂടുണ്ട് ആ ശർക്കരപ്പാനിൻ്റെ, ആ ചൂട് കൊടുക്കാൻ അതിനെ ചെയ്ത. ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. പാത്രം എടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുന്നുണ്ട്. അയക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്തത് എന്തൊക്കെ വെച്ചാൽ ശർക്കര, അരിപ്പൊടി, തേങ്ങ കട്ട് ചെയ്തതും, പിന്നെ ഒരു ശേഷം തേങ്ങ അരച്ചതും, കുറച്ച് സോഡാപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ചെറുള്ളി, ഒരു 3-4 ഏലക്കായ്. ചെറുള്ളി ഇടുമ്പോൾ ബിരിയാണിയാക്കി കൊടുക്കാം. ഈ കുറച്ച് വെക്കുക. ബ്രൗൺ കളറായി വരുമ്പോൾ പെട്ടെന്ന് മാവ് വെച്ച് കൊടുക്കുക. ഉള്ളിയൊക്കെ ചുവന്നിട്ടുണ്ട്. നമുക്ക് മാവ് വെക്കും. എല്ലാം ഇളക്കി മിക്സാക്കി വെക്കും. തീ കുറച്ച് വെക്കണം. ഈ കുറച്ച് വെച്ചിട്ട് ബന്ധാക്കി വെക്കാം. ഇപ്പോൾ നമ്മളെ കൽത്തപ്പൊക്കെ ഇങ്ങനെ റെഡി ആയിക്കണം കേട്ടോ. ഞാൻ അതിന് ചട്ടീന്ന് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടോ നോക്കാം. റെഡി ആയോ ഇല്ല എന്നുള്ളത് ഇപ്പം അറിയാം. അപ്പോൾ നമ്മളെ കൽത്തപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സാധനം നല്ല ടേസ്റ്റാണ്, കുഴപ്പമില്ല. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. മധുരം വളരെ കറക്റ്റാണ്. അതാണ് ഏറ്റവും നല്ലൊരു ഇഷ്ടപ്പെട്ടത്. ഞാൻ വിചാരിച്ചു മധുരം കുറയും അല്ലെങ്കിൽ കൂടുമെന്ന് വിചാരിച്ചു. പക്ഷെ മധുരം വളരെ കറക്റ്റാട്ടോ. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ആ തേങ്ങിൻ്റെയും ചെറുള്ളിൻ്റെ ഒക്കെ ഇതിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ്. ആദ്യമായിട്ട് കൽത്തപ്പം ഉണ്ടാക്കി നോക്കിയതാണ്, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളൂ. നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 4 മണിക്കൊക്കെ ഇരുന്നിങ്ങനെ കഴിക്കാമല്ലോ, രസമല്ലേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്.